السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. وعليكم السلام. وعليكم السلام. അതൊന്നും കേൾക്കുന്നില്ല. സാറിന് മൈക്ക മ്യൂട്ടാ. ഓക്കെ എല്ലാവരും നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ചിരിക്കായിരിക്കും. അപ്പോ കൂടുതൽ നമ്മൾ ഇന്നത്തെ സെഷന് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അൽഹംദുലില്ലാ, നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളെല്ലാവരും ഖുർആൻ ഓതാനൊക്കെ വലിയ താല്പര്യത്തിൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനാണ്. റമളാനിനെ നല്ല രീതിയിൽ സ്വീകരിക്കാനും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് കാഫ് ഖുർആൻ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കാഫിന്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ റമളാനെ സജീവമാക്കുന്നത്, റമളാനെ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാ, നമ്മുടെ പ്രോഗ്രാമിന്റെ റമളാനിൽ ഉടനീളം നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയൊരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇൻഷാ അല്ലാ ഇന്നിവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ, വളരെ ആത്മാർത്ഥതയോടെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോ കാഫ് ഖുർആൻ എന്നതിനെ മാത്രം പരിചയപ്പെടുത്താണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി ബിരുദം നേടിയ പണ്ഡിതരുടെ പേരാണ് ഹുദവി. ഈ ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഹാദിയ. ഹാദിയക്ക് കീഴിൽ ഒരുപാട് പദ്ധതികൾ നടന്നു വരുന്നുണ്ട്. പാണക്കാട് കേന്ദ്രീകരിച്ച് ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഹാദിയയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് കോഴ്സുകൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ്സ് അക്കാഡമി എന്നുള്ളത്. വേർഡ്സ് അക്കാഡമിക്ക് കീഴിൽ ഖുർആൻ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സബ് വിങ് ആണ്, സെക്ഷനാണ് കാഫ് ഖുർആൻ എന്നുള്ളത്. കാഫ് ഖുർആന് കീഴിൽ അൽഹംദുലില്ലാ 100-ലധികം കുട്ടികൾ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണവും തജ്വീദും പഠിക്കുന്നുണ്ട്. അതുപോലെ 150ഓളം ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ, വലിയ ആളുകൾ, മുതിർന്നവര് ഖുർആനിന്റെ ആശയവും തഫ്സീറും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയവർക്ക് തന്നെ തജ്വീദ് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ബയാൻ കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഖുർആനുമായിട്ട്, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഖുർആന്റെ അർത്ഥവും ആശയവും പഠിക്കാനുള്ള ചെറിയവർക്കും വലിയവർക്കുള്ള ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റമദാന് കടന്നു വന്ന സമയത്ത് നമ്മൾ റമദാനിലെ നമ്മുടെ മക്കളെ ഖുർആനുമായിട്ട് എങ്ങനെ അടുപ്പിക്കാം, എങ്ങനെ ബന്ധപ്പെടുത്താം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ റമദാൻ വിത്ത് ഖാഫ് എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം നമുക്ക് കിട്ടിയത്. ആ ആശയത്തിന്റെ അൽഹംദുലില്ലാ നമ്മൾ ഔട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ, അതിൽ 800ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരും ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇത് വളരെ വിജയത്തിലേക്ക് എത്തുക ഇൻഷാ അല്ലാ. നമ്മുടെ പദ്ധതിയെക്കുറിച്ച്, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇവിടെ സുഹൈൽ ഹുദവി ഉസ്താദ്, വേർഡ്സ് അക്കാഡമിയുടെ ഡയറക്ടറാണ്, ഉസ്താദ് ഇവിടെ വിശദീകരിക്കും ഇൻഷാ അല്ലാ. പിന്നെ നമ്മളൊരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ആവേശത്തോടെ വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് നിന്നുള്ള ഒരു തങ്ങളുട്ടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോനാണ്, ഹാഫിളാണ്. ഹാഫിൾ സയ്യിദ് സിദ്ഖ് അലി ശിഹാബ് തങ്ങളാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഇൻഷാ അല്ലാ. തങ്ങൾ തന്നെ നമ്മുടെ ഖത്മുൽ ഖുർആൻ ആരംഭിച്ച് തരികയും ചെയ്യും ഇൻഷാ അല്ലാ. തങ്ങളെ വളരെ ഹാർദവമായിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സുഹൈൽ ഉസ്താദിനെ ഹൃദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഖത്മുൽ ഖുർആനിന് ബാക്കി ദിവസങ്ങളിൽ നേതൃത്വം നൽകുന്നത്, ഖാഫിലെ ഖുർആന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഹാഫിൽ സ്വാലിഹ് ഉദവി ഉസ്താദ്, ഖാഫിലെ ചീഫ് മെന്റർ കൂടിയാണ്. ഉസ്താദിന്റെ ഒരു ടോക്കും ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ട് കൂടുതൽ ഓതുന്നില്ല, കുറഞ്ഞ സമയത്ത് ഖുർആൻ പാരായണവും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഖുർആനൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കണം ഇൻഷാ അല്ലാ. അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഉദ്ഘാടന ഭാഷണമുണ്ട്, പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ കേൾക്കാനുണ്ട്. അതിന്റെ ശേഷം കുറച്ച് ഖുർആൻ ഓതിയിട്ട് വേണം നമുക്ക് പിരിയാൻ. അപ്പോൾ എല്ലാവരെയും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും നമ്മുടെ കാഫിലെ മെന്റേഴ്സിനെയും രക്ഷിതാക്കളെയും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാ അല്ലാ.
നമ്മൾ പരിപാടികളിലേക്ക് കടക്കാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അതെ, പേജ് നമ്പർ എത്രയാണ്? എല്ലാവരും മൈക്ക് ഓഫ് ആക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് അലി ശിഹാബ് തങ്ങള് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഈ ക്ലാസ്സുകൾ സത്തുൽ ഖുർആൻ എല്ലാം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ സംസാരിക്കാണ്. തങ്ങൾ പാണക്കാട് നിന്ന് കുട്ടികളുടെ കൂടെ നമ്മുടെ കാഫിന്റെ തുടക്കം മുതലുള്ള തങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, തങ്ങളുടെ സഹകരണം ഉണ്ട്. നമ്മുടെ കാഫിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ തങ്ങളുടെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. കാഫ് ഖുർആൻ എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ചെയർമാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങള്. ഇൻഷാ അല്ലാഹ് തങ്ങളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد, നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കാഫിന്റെ ഈ റമദാൻ വിത്ത് കാഫ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. ഈ ഒരു മാസം നമ്മളെല്ലാവരും നമ്മുടെ മറ്റു കാര്യങ്ങളും, നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകളും നമുക്കുണ്ടായ ചീത്ത കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ സ്വഭാവത്തിൽ നിന്നും മാറ്റി അത് നന്നാക്കി ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോവാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ്. അതോടൊപ്പം തന്നെ ഖുർആനോട് കൂടുതൽ അടുക്കുകയും ഖുർആനെ കുറിച്ച് കേൾക്കുകയും ഖുർആനെ കുറിച്ച് പഠിക്കുകയും ഒക്കെ അധികരിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം എന്നുള്ളത്. അതിനായി അത് മനസ്സിലാക്കി കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുക്കിയ ഈ ഒരു കോഴ്സ്, അതിന്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത്. ഇത് തികച്ചും സൗജന്യമായ ഒരു കോഴ്സാണ്. ഇത് ചേർന്നവർക്ക് എല്ലാവർക്കും നമ്മൾ എത്രത്തോളം മുന്നിലായി, എത്രത്തോളം ഖുർആനിനെ അറിഞ്ഞു എന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി കാഫിന്റെ കീഴിൽ ഒരു സൈറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ സ്വന്തം റേറ്റിംഗ്, നമ്മൾ സ്വന്തം എത്രത്തോളം വളർന്നു, എത്രത്തോളം ഖുർആനിനെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൈറ്റ് കാഫ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നല്ല ഉപകാരമാണത്. അപ്പോ ഇനി കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നോമ്പ് തുറക്കാനായി സമയം അടുക്കുകയാണ്. അപ്പോ എന്നും ഈ ഒരു സമയം 5:45 എന്ന ഈ സമയം മുതൽ ഒരു 6 മണി വരെ നമുക്ക് എന്നും കാഫിന്റെ കീഴിൽ ഈ ഒരു സെഷൻ ഉണ്ടാകും. ഖുർആൻ ഓതുക, ഖുർആനിനെ കുറിച്ച് കഥകൾ കേൾക്കുക, അതൊക്കെ നമ്മുടെ ഉസ്താദായ സ്വാലിഹ് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് ഓതി തരും ഇൻഷാ അല്ലാഹ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ 5 ആയത്ത് ഓതാനാണ്. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഖത്തം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ആരംഭ വേദിയിലാണുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനത് തുടങ്ങി തരും. പിന്നെ നമുക്കറിയാം, വിശുദ്ധ റമദാനിൽ ഏതൊരു വ്യക്തിയും ഖുർആൻ പരിപൂർണമായി ഒരു പ്രാവശ്യെങ്കിലും നമ്മളത് ഓതാൻ ശ്രമിക്കണം. നമ്മൾ പറ്റുന്ന മാക്സിമം നമ്മൾ ഓതി തീർക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ ഓതുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. ബാക്കി ഇൻഷാല്ലാ നമ്മുടെ സാലിഹ് ഉസ്താദ് നിങ്ങൾക്ക് ഓതിത്തരുകയും ചെയ്യും. ഇൻഷാല്ലാ ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിവിടെ ഓതിയതും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ റമളാനോട് കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പിഴച്ചകളെല്ലാം നേരാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു അന്ന അഹ്സനൽ ജസാ. ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് അലി ശിഹാബ് തങ്ങള് വളരെ മനോഹരമായിട്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ ആരംഭമൊക്കെ ഓതിയിട്ട് നമുക്ക് നല്ലൊരു തുടക്കം കുറിച്ച് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളോട് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കാണ്. നമ്മളടുത്ത പരിപാടിയിലേക്ക് നീങ്ങാണ്. ബഹുമാനപ്പെട്ട സുഹൈൽ ഉസ്താദ്, വേർഡ്സ് അക്കാഡമിയുടെ ഡയറക്ടറാണ് ഉസ്താദ്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കാഫ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. അതിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. വിശുദ്ധ റമളാനിലെ ആദ്യത്തെ ദിവസത്തിലാണ് നമ്മളിൽ മിക്കവാറും ആളുകൾ. ഇന്നലെ റമദാൻ തുടങ്ങിയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. വേറെ നാടുകളിലുള്ള ആളുകൾ, അവർക്ക് ഇന്ന് റമദാനിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇനി നോമ്പ് തുറക്കാൻ നാട്ടിലാണെങ്കിൽ ഏകദേശം ഒരു 25 മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അള്ളാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ റമദാനിലെ നമ്മുടെ ഖത്തും പാരായണം ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി തങ്ങളുടെ ഉദ്ഘാടനത്തോടെ ആരംഭിക്കാൻ കഴിഞ്ഞു. വളരെ ബറക്കത്തുള്ള ഒരു തുടക്കമാണ്. ഖുർആൻ തന്നെ വിശുദ്ധമാണ്. ഖുർആൻ നമ്മൾ ഓതുക, ഖുർആൻ നോക്കുക, ഖുർആൻ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കുക, ഖുർആൻ ഇങ്ങനെ കേൾക്കുക, ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അപ്പോ ഖത്തും ഓതുക എന്ന് പറഞ്ഞാൽ, ഖത്തും എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖതമ, പൂർത്തീകരിച്ചു എന്നർത്ഥം. കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഖത്തുമുൽ ഖുർആൻ നമ്മളിങ്ങനെ കേട്ടില്ലേ, ഖത്തം ഓതുക, ഖത്തം ഓതുക. ഖത്തും എന്നാണ് ശരിക്കും അറബിയിൽ. ഇങ്ങനെ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആന് 30 ജുസ് ആണല്ലോ, 30 ഭാഗങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ ആരംഭിച്ചു. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഏതാനും ആയത്തുകൾ നമ്മൾ ഓതി.
ഇതിങ്ങനെ പോയി ഓരോ ജുസും പിന്നിട്ട് അവസാനം സൂറത്തുൽ ഇഖ്ലാസ് കഴിഞ്ഞ് മുഅവ്വിദതൈൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മോദി അവസാനിപ്പിക്കുക. 114 സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് തന്നെ പറയാം. അപ്പൊ റമദാൻ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ട് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കുക. നിങ്ങളൊക്കെ നന്നായി ഖുർആൻ ഓതുന്നവരാണ്, നല്ല കുട്ടികളാണ്. കഴിഞ്ഞ റമദാനൊക്കെ പലരും 1 അല്ല 2 ഖത്മ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ പ്രാവശ്യം 2 പൂർത്തിയാക്കിയ ആളുകൾ 1 സ്വന്തം ഓതി പൂർത്തിയാക്കുക, 1 നമുക്ക് ഖാഫിന്റെ കൂടെ പൂർത്തിയാക്കാം. ഇനി ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാവും, നമ്മൾ ഖുർആനൊക്കെ ഖത്ം ഓതാൻ തുടങ്ങും. ആദ്യത്തെ ഒരു 10 ദിവസം, ആദ്യത്തെ 10 ദിവസം ഉണ്ടല്ലോ, 3 10 റമദാൻ. ആദ്യത്തെ 10 നമ്മൾ റഹ്മത്തിന്റെ 10 എന്ന് പറയുന്നു, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ 10 എന്ന് പറയുന്നു, മൂന്നാമത്തത് ഇത്ഖും മിനന്നാറിന്റെ 10 എന്ന് പറയുന്നു. ആദ്യത്തെ 10 നമ്മൾ കൃത്യമായിട്ട് ഓതിയൊക്കെ പോരും. പിന്നെ ചിലപ്പോ എന്തെങ്കിലും സൽക്കാരങ്ങളോ പരീക്ഷയോ തിരക്കൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പിന്നിലായി പോകും. പിന്നെ നമ്മൾ റമദാൻ 24 25 ഒക്കെ ആകുമ്പോഴേക്ക് നമുക്കൊരു 10 12 ജുസോ ഒക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു നിരാശ ഉണ്ടാവും. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും ഇപ്പൊ 200 ചില്ലാനം ആളുകൾ ലൈവിൽ ഇങ്ങനെ ഉണ്ട്. പലരും പല വീട്ടുകാരും പല നാട്ടുകാരും പല ആളുകളുമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊന്നും ആവില്ല, പല നാട്ടുകാരും ഉണ്ടാവും, നിങ്ങളെ പ്രായക്കാരുണ്ടാവും, ഇനി ചിലപ്പോൾ നിങ്ങളെ കൂട്ടുകാരും കൂട്ടത്തിലുണ്ടാവും. ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാ വൈകുന്നേരവും ഈ സമയത്ത് ഇവിടെ വരും. നമ്മളെ ഫോണിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ ഓണാക്കിയിട്ട് നമ്മളെല്ലാവരും ഇരിക്കുക. എന്നിട്ട് 5:45 നമുക്കണ്ട് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു ഇഫ്താറിന്റെ സമയമാവുന്നത് വരെ നാട്ടിലുള്ള ആളുകൾക്ക്, ഇനി വിദേശത്തുള്ള ആളുകൾക്കാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ സമയം നോക്കിയാൽ മതി. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം നമ്മൾ ഇരുന്നിട്ട് ഒരു ജുസും കുറച്ച് പേജുകളും, ഒരു 25 പേജോ അല്ലെങ്കിൽ 30 പേജോ നമുക്ക് എത്രയാണോ സാധ്യമാവുന്നത്, ഒരു ജുസ് കുറയാത്ത ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസവും ഒരുമിച്ച് ഓതുക. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്വാലിഹ് ഹുദവി ഉസ്താദ് നിങ്ങൾക്ക് ഇങ്ങനെ ഓതിത്തരും. അദ്ദേഹം ഓതിത്തരുമ്പോ നിങ്ങൾ ആ ഭാഗം മറച്ചു വെച്ചിട്ട് അതിലിങ്ങനെ ഓതുക. അതേപോലെ ചിലപ്പോൾ ഇനി ഓതാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, നോക്കി ഓതാനൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഉസ്താദെ, കുഴപ്പമില്ല, നിങ്ങൾ അതിങ്ങനെ കേട്ടിരുന്നാൽ മതി. ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കലും പുണ്യമുള്ള കാര്യമാണല്ലോ. അത് മാത്രല്ല, ഇതിലിപ്പോ നേരത്തെ കാഫിലുള്ള കുട്ടികൾ പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും. കാഫ് എന്ന് പറഞ്ഞാൽ ഷാഹിദ് ഉസ്താദ് ആമുഖത്തിൽ പറഞ്ഞു, ഖുർആൻ പഠിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലുള്ള ഒരു 100 ചില്ലാനം കുട്ടികളും ഈ ഒരു ഖത്മിൽ പങ്കെടുക്കുന്നുണ്ടാവും. പലരും പിന്നെ രാവിലത്തെ ക്ലാസ്സിൽ, അതേപോലെ അവർക്ക് വൈകുന്നേരം അവർക്ക് വേറെ സെഷൻ ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും. രാവിലത്തെ സെഷനിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ, അവർക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുത്തവരാണെങ്കിലും പരമാവധി ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പങ്കെടുക്കുക. വെറുതെ ഓണാക്കിയിട്ട് നമ്മൾ ആ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇതിൽ മാത്രം പങ്കെടുക്കുന്ന ആളുകൾ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. നമ്മൾ ആ സമയത്ത് 5:30 സമയമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളെല്ലാ പണിയും നിർത്തി വുളു ഒക്കെ എടുത്ത് ഖുർആനൊക്കെ തുറന്ന്, നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവില്ല, എല്ലാം ഫ്രീ ആയി ക്ഷീണമൊക്കെ മാറി ഇഫ്താറിലേക്ക് ഇനി 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് 5:30 മണിയാവുമ്പോൾ നമ്മൾ വുളു ഒക്കെ എടുത്ത് നമ്മൾ വന്നിരിക്കുക. ഖുർആൻ തുറന്നിട്ട് ഇന്നത്തെ ജുസ് ഇപ്പോ തുടങ്ങുകയാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബഖറ അവിടെ തുടങ്ങുകയാണ്. അപ്പൊ വുളുവോടുകൂടി എല്ലാവരും വന്ന് ഇരുന്നിട്ട് ഒരുമിച്ച് സ്വാലി ഉസ്താദ് ഇങ്ങനെ ഓതും. നിങ്ങൾക്ക് ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ ഓതുന്നത് കേൾക്കാം. അപ്പൊ നിങ്ങൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ചിലപ്പോൾ ഉസ്താദ് തജ്വീദിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും കഥകളോ ചരിത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അത് കേൾക്കുക, മനസ്സിലാക്കുക, എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കഥകൾ എന്തെങ്കിലും ഉണ്ടോ, കഥയ്ക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കഥകളൊക്കെ കേട്ട് നമുക്ക് ഖുർആൻ ഇങ്ങനെ ഈ റമദാനിലെ 30 ദിവസവും വൈകുന്നേര സമയത്ത് ഇഫ്താറിന്റെ മുമ്പ് നമ്മൾ ഖുർആൻ ഓതിയിട്ടായിരിക്കും നോമ്പ് തുറക്കാൻ പോവാ. എന്ത് രസമായിരിക്കും അത് അല്ലെ? എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഖുർആൻ ഓതുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ വലിയ സന്തോഷമായിരിക്കും. ഇന്നിപ്പോ നിങ്ങൾ നോക്കേണ്ടി, ആദ്യത്തെ നോമ്പല്ലേ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്വാലിഹ് ഉസ്താദിന്റെ ഓത്ത് കുറച്ച് നേരം ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഇഫ്താറിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. സ്വാലിഹ് ഉസ്താദിന് കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. പിന്നെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. പരമാവധി നമ്മളെല്ലാവരും ലൈവ് സെഷനിൽ വരണം. ഇവിടെ വന്നിട്ട് തന്നെ ഓതണം. എന്ത് തിരക്കുണ്ടെങ്കിലും, യാത്രയിലാണെങ്കിലും ഇഫ്താറിലാണെങ്കിലും ഒക്കെ ഈ സമയത്ത് നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ വരിക. നിങ്ങൾ ഓഫാക്കി വെച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കേൾക്കാം. മൈക്കൊക്കെ ഓഫാക്കി വെച്ചാൽ മതി, എന്നിട്ട് കേട്ട് കൂടെ നിങ്ങൾ ഓതുക. ഒരുമിച്ച് പോരണം.
നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഖത്മ് പൂർത്തിയാക്കണം ഇൻഷാ അല്ലാ. ഈ റമദാൻ അവസാനിക്കുമ്പോഴേക്ക് ഈ ഇതിലുള്ള നമ്മുടെ ഗ്രൂപ്പിൽ 800 ചില്ലാനം ആളുകളുണ്ട്. അവരും ഇൻഷാ അല്ലാ ഇതിന്റെ റെക്കോർഡ് കേട്ടിട്ട് അല്ലെങ്കിൽ ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ അത് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാ ആ ഭാഗം ഓതി തീർത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് 800 ആളുകളും കാഫിന്റെ കീഴിൽ കുട്ടികളെല്ലാവരും ചേർന്നിട്ട് ഇൻഷാ അല്ലാ റമദാൻ അവസാനത്തിൽ നമുക്ക് ഖുർആൻ ഓതി പൂർത്തിയാക്കിയിട്ട് നല്ലൊരു ദുആക്ക് സംഘടിപ്പിച്ച് ഈ റമദാൻ അങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഇൻഷാ അല്ലാ മുന്നോട്ട് പോകണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ലൈവ് പ്രോഗ്രാമിൽ എല്ലാവരും ഉണ്ടാവുക. ആ സമയത്ത് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ച് ഇൻഷാ അല്ലാ നിങ്ങൾ സജീവമായിട്ട് ഖത്മിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. നിങ്ങളെ വീട്ടിൽ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ഫോണിൽ നിങ്ങൾ ഇങ്ങനെ ലൈവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ഇൻഷാ അല്ലാ. അതിലെല്ലാവരും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. 100-300 ആളുകളൊക്കെ ഉണ്ടാവും, നിങ്ങളും ആ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ഇൻഷാ അല്ലാ ഉണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ നൽകും. ചിലപ്പോൾ നിങ്ങളാവില്ല, ഉപ്പമാരോ ഉമ്മമാരോ ഒക്കെ ആയിരിക്കും ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. അവരോട് ചോദിക്കുക എന്താണ് എന്റെ ഖത്മുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ നിർദ്ദേശാനുസരണം നിങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ റമദാൻ മാസമാണല്ലോ, നിങ്ങൾക്ക് കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. ഈ ഖത്മിന്റെ പുറമെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരിക്കും, എന്നാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മള് നോമ്പ് നോൽക്കും. കുറെ ആളുകളില്ലേ, മിക്കവാറും വലിയ കുട്ടികളൊക്കെ എല്ലാ ദിവസവും നോൽക്കും. ഈ ചെറിയ ആളുകളാണെങ്കിൽ പറ്റാവുന്ന എല്ലാ ദിവസവും നോൽക്കും. അപ്പൊ നമ്മൾ പരമാവധി ദിവസമൊക്കെ നോമ്പ് നോൽക്കുക. ആ നോൽക്കുന്ന നോമ്പ് എന്തൊക്കെയാണോ നമ്മൾ നോൽക്കുന്നത് ആ ദിവസം നമുക്ക് ഇൻഷാ അല്ലാ രേഖപ്പെടുത്തണം. നമ്മളെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണം. ഇന്ന ദിവസം നിങ്ങളെ ലോഗിൻ ഐ ഡി പാസ്വേഡ് ഒക്കെ വെച്ച് കയറിയിട്ട് ഇന്ന ദിവസം ഓരോ ദിവസത്തിന്റെ നേരം ഉണ്ടാവും, അന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. അതേപോലെ കുറെ ടാസ്കുകളുണ്ട്. ഖുർആൻ ഖത്മിന്റെ ഭാഗമായിട്ടുള്ള ജുസ് ഓതിയിട്ടുണ്ടോ എന്നവിടെ ചോദ്യം ഉണ്ടാവും. അപ്പൊ അന്ന് ഓതിയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ഇടാം. അതേപോലെ 5 വക്ത് നിസ്കാരം നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും, എന്നാലും അത് നിസ്കരിച്ചു എന്നുള്ളത് നമ്മളോട് ടിക്ക് ഇടാം. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒക്കെ സുന്നത്തുകളുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇൻഷാ അല്ലാ വിശദീകരിച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, സുബൈയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇഷാന്റെ മുമ്പ് ശേഷം ഇങ്ങനെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാവും. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളത് ടിക്ക് ഇടാനുണ്ടാവും. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാർട്ട് പോലെ ഉണ്ടാവും നിങ്ങളുടെ വെബ്സൈറ്റിൽ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അത് വാട്സപ്പിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി ഒരു ചാർട്ട് പോലെ ഉണ്ടാവും. അതിലിങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ പേരിന്റെ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ഇടാനുണ്ടാവുക. ഒന്നുമില്ല, അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അത് അതിലിങ്ങനെ ടിക്ക് ഇടുക, അത്രേ ഉണ്ടാവാം. അപ്പോ അതില് സാധാരണ നമ്മള് റമദാനിൽ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഇത്ര പ്രാവശ്യം ചെല്ലണം എന്നുണ്ട്. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിച്ചു തരും. അപ്പൊ അത്ര പ്രാവശ്യം ചെല്ലിയ ആളുകള് റമദാനിലെ ഓരോ ദിക്റും ഓരോ ദിവസവും 33 തവണ ഒരു ദിവസം ചെല്ലിയ ആളുകൾ സാധാരണ എല്ലാവരും ചൊല്ലുന്നുണ്ടാവും. പരമാവധി നമ്മൾ ചൊല്ലുക. ഇല്ലെങ്കിൽ നമ്മൾ ടിക്ക് ഇടുന്നതിന് മുമ്പ് ഇരുന്നിട്ട് അത് 33 പ്രാവശ്യം ചൊല്ലിയിട്ട് അതിൽ ടിക്ക് ഇടാം. അതേപോലെ തന്നെ തറാവീഹ് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കരിച്ച ദിവസമൊക്കെ ടിക്ക് ഇടാം. തറാവീഹ് 20 റക്അത്താണ്. അത് കഴിഞ്ഞിട്ട് 3 റക്അത്ത് സാധാരണ നമ്മൾ വിത്ർ നിസ്കരിക്കാറുണ്ട്. സാധാരണ 3 അതിലും കൂടുതൽ നിസ്കരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഈ 3 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കുകയും ചെയ്താൽ അതും അതിലെന്ത് ചെയ്യാം, ടിക്ക് ഇടാം. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ അത് ടിക്ക് ഇടുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്തുകൾ കൂടി ചൊല്ലിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാ അതിന്റെ കാര്യങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലാന് അത് വെള്ളിയാഴ്ച ദിവസമാകും. അപ്പൊ നാളെ വെള്ളിയാഴ്ചയാണ് ഉദാഹരണം. അപ്പോ സൂറത്തുൽ കഹ്ഫ് നിങ്ങളൊക്കെ ഓതുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ അതിൽ എഴുതാനുണ്ടാവില്ല, ഇങ്ങനെ ടിക്ക് ഇടാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓരോ ചോദ്യങ്ങളും അതിൽ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് മതി, അതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ ടിക്ക് ഇട്ട് കൊടുക്കുക. അത്രമാത്രം മതി. വേറെ ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും വേണ്ട. ചോദ്യം അതിലുണ്ടാവും. നിങ്ങൾ ഇന്നത് ചെയ്തോ, ഇന്ന് ഖത്മ് ഓതിയോ, ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ടോ, ഇന്ന ചെയ്തിട്ടുണ്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അതിൽ തുറന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഓരോ ദിവസവും തുറന്നിട്ട് ഇങ്ങനെ ടിക്ക് ഇടും. ഇതെന്തിനാ വെച്ചാല് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ നോക്കാലോ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ചെയ്തത്. അതിലുള്ള 10 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ വെരി ഗുഡ് ആണ്. 10 ടാസ്ക് അതിലുണ്ടാവുക. ആ 10ഉം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ വളരെ എക്സലന്റ് ആണ്. ഇനി എല്ലാം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പരമാവധി ഒരു 8 അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6-7 ടാസ്കെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് നോക്കണം റമദാൻ അവസാനിക്കുമ്പോഴേക്ക് എത്ര ആളുകൾ എത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടിക്ക് ഇട്ടാൽ മതി. കളവൊന്നും അതിൽ നമ്മൾ ആരും പറയില്ലല്ലോ. റമദാൻ മാസമല്ലേന്നോ നമ്മൾ കളവ് പറയാൻ പാടില്ല, റമദാൻ അല്ലെങ്കിലും പറയാൻ പാടില്ല. കളവ് പറയാന്നുള്ളത് വലിയ തെറ്റല്ലേ. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ടിക്ക് ഇടുക, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടിക്ക് ഇടണ്ട, ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് ഒരു ദിവസം നമുക്ക് നല്ല ക്ഷീണമായിട്ട് നമ്മൾ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല, അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ തറാവീഹിന്റേത് ടിക്ക് ഇടേണ്ടതില്ല എന്നർത്ഥം. അതേപോലെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, ഒരു ദിവസം സ്കൂളൊക്കെ ഉണ്ടായി, അന്ന് നോമ്പ് വെൽക്കാനൊന്നും കഴിഞ്ഞില്ല, അപ്പൊ അന്നത്തത് എന്ത് ചെയ്യേണ്ട, ടിക്ക് ഇടേണ്ടതില്ല.
അപ്പൊ ഇങ്ങനെ അതേപോലെ ഇപ്പോ നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീക്കുമല്ലോ ഇപ്പൊ നോമ്പിന്. ആ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. തഹജ്ജുദ് എന്നതിന് പറയാം. രാത്രി എപ്പോഴും നിസ്കരിക്കാം. നമ്മൾ പൊതുവെ ഇഫ്താർ പിന്നെ നമ്മള് പിന്നെ അത്താഴം കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് ഒരു 2 റക്അത്ത് നിസ്കാരം ഭയങ്കര കൂലിയുള്ള നിസ്കാരം, അതിന് തഹജ്ജുദ് നിസ്കാരം എന്നാ പറയാം. അപ്പൊ അത് നമ്മൾ നിസ്കരിക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ അന്നത്തെ ദിവസത്തിൽ അത് രേഖപ്പെടുത്തും. അപ്പൊ ചുരുക്കത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ, മാഷാ അല്ലാ. അപ്പൊ പിന്നെ ഡേ 2 മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. 1-ാമത്തെ ദിവസമല്ലേ ഇന്നത്തെ ടാസ്കുകൾ. നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ മുതൽ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഈ ലൈവ് സെഷനിൽ ഈ സമയത്ത് എല്ലാവരും ഉണ്ടാവുക കേട്ടോ. എല്ലാവരും ഈ സമയത്ത് ഉണ്ടാവും. അത് കഴിയുന്ന ആളുകളൊക്കെ ഒരു യെസ് എന്ന് കമന്റ് അടിച്ചാണ് അതിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാനുള്ളടത്ത് ഞാൻ മൈക്ക് ഓഫ് ആക്കി തന്നെ എല്ലാവരും സൗണ്ട് ഉണ്ടാക്കുന്ന എഴുതിയിട്ട്. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാവണം പരമാവധി അല്ലേ. ചില ദിവസം നമുക്ക് പറ്റിയില്ല, ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായി, നോമ്പ് വെച്ചിട്ട് തലവേദന ഉണ്ടായി, അങ്ങനെയൊക്കെ നമുക്ക് പറ്റാത്ത ദിവസം കുഴപ്പമില്ല കേട്ടോ. പറ്റാവുന്ന എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും ഇത്ര ആളുകളുണ്ട് നോക്കി, ഒരുപാട് ആളുകളില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഓതണം, എന്നിട്ട് ഉസ്താദ് പറയുന്ന കഥ കേൾക്കണം, തജ്വീദ് കേൾക്കണം, എന്നിട്ട് നമുക്ക് ഓരോ ദിവസവും ഖുർആൻ ഓതിയിട്ട് പോയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കണം. നല്ല രസമായിരിക്കും അത്. എന്നിട്ട് റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ ഖത്മ് തീർക്കണം. എല്ലാവരും ചേർന്നിട്ട് ഖത്മ് തീർക്കണം ഇൻഷാ അല്ലാ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിന് എല്ലാവരും ശ്രദ്ധയിൽ ഉണ്ടാവുക. നമ്മളെ ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഉപ്പയുടെയോ ഉമ്മയുടെയോ നമ്പർ ആയിരിക്കും, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്നൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇത് റമളാൻ കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാ ഇതിൽ ഏറ്റവും നല്ല കുട്ടി ആരാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാ ടാസ്കും എല്ലാ ദിവസവും ചെയ്യുന്ന നല്ല കുട്ടികളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അത് ആരൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ നമുക്ക് റമളാൻ കഴിയുമ്പോഴേക്ക് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് ഇനി ഒരു കുറഞ്ഞ നേരം സ്വാലി ഉസ്താദ് ലൈവിലുണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാ സ്വാലി ഉസ്താദ് പിന്നെ ഖിറാഅത്ത് ഉണ്ടാവും. സ്വാലി ഉസ്താദിന്റെ കുറഞ്ഞ നേരം ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ 2-3 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് റമളാൻ മാസം ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഖാഫിലുള്ള കുറെ കുട്ടികൾ ഇതിലും ഉണ്ടാവും. അവര് ഒരു കൊല്ലം മുഴുവൻ തജ്വീദും അതേപോലെ ഖുർആനൊക്കെ ഓത്ത് ഇതേപോലെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കും നല്ല രീതിയിൽ ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയണം. നിങ്ങളൊക്കെ നന്നായിട്ട് ഓതുന്ന നല്ല പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ ഇൻഷാ അല്ലാ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഖത്മ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല നല്ല കുട്ടികളാക്കി തരട്ടെ. നമ്മുടെ രക്ഷിതാക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അല്ലാഹു തആല സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ 20 പേജിലധികം 25 പേജിന്റെ അടുത്ത് ഇൻഷാ അല്ലാ ഓരോ ദിവസവും നമ്മൾ ഓതും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഉദുവെടുത്ത് തയ്യാറെടുത്തിട്ടാണ് വരേണ്ടത് ഇൻഷാ അല്ലാ. ഇന്ന് കുറഞ്ഞ സമയം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഉദ്ഘാടന പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ ചീഫ് മെന്റർ ആയിട്ടുള്ള സ്വാലിഹ് ഹുദവി ഉസ്താദിനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. ഉസ്താദ് സംസാരിക്കും, നിങ്ങൾക്ക് ഓതി തരും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ ഓതുക കേട്ടോ. ഖുർആൻ കയ്യിലില്ലാത്തവരൊക്കെ ഖുർആൻ എടുത്തു വെക്കണേ. ഇനിയിപ്പോ സമയമില്ലെങ്കിൽ കേട്ടിരുന്നാലും മതി. കയ്യിലുള്ള ആളുകളൊക്കെ ഖുർആൻ തുറന്നിട്ട് ആദ്യ ഭാഗം പിന്നെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് 2-ാമത്തെ പേജ് സൂറത്തുൽ ബഖറ തുടങ്ങുന്ന ഭാഗം അവിടെ ആയിരിക്കും ഉസ്താദ് ഓതുക. അത് തുറന്നു വെക്കുക ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യത്തോടുകൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ ഒരു ആവേശത്തോടു കൂടെ തന്നെ നമ്മുടെ റമളാൻ കഴിയുന്നത് വരെ നിങ്ങളൊക്കെ ഉണ്ടാകണം. എല്ലാവരും ഉണ്ടാവൂലേ? എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മുടെ റമളാന്റെ അവസാനം വരെ, നമ്മുടെ ഈ ക്ലാസ് തീരുന്നത് വരെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ നമ്മുടെ
തങ്ങളുട്ടി സിദ്ദുഖ് ശിഹാബ് തങ്ങള് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും ഓതി. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ ദിവസങ്ങളിലും നിശ്ചിത ഭാഗങ്ങൾ ഇങ്ങനെ ഓതി ഓതി പോവുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് വുളുവൊക്കെ എടുത്തിട്ട് പരിശുദ്ധമായ ഖുർആന് കയ്യിലെടുത്തിട്ട് ഇരിക്കണം. നമ്മുടെ ഈ ഒരു സമയമായ ഇന്ത്യൻ സമയം 5:45 നമ്മുടെ ക്ലാസ് തുടങ്ങുക. ആ ഒരു സമയമായാലും ഖുർആനൊക്കെ കയ്യിലെടുത്തിട്ട് എല്ലാവരും ഓതാൻ വേണ്ടി റെഡിയായി നിൽക്കണം. ഞാനൊരു നിശ്ചിത വേഗത്തിൽ ഇങ്ങനെ ഓതും. എൻ്റെ കൂടെ ഓതാൻ കഴിയുന്നവർ ഖുർആനിലേക്ക് നോക്കിയിട്ട് എവിടെ എത്തി അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓതാൻ കഴിയുന്നവർ ഓതണം, അല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. ഞാൻ ചിലപ്പോ ചോദിച്ചെന്ന് വരും, ഇതിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ പേര് വിളിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചാല് ഉത്തരം പറയാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ രീതിയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? അപ്പൊ നമ്മൾ ഓതാൻ പോകുന്നത് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗം മുതലേ ഓതുകയാണ്. ബഖറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഖറ എന്ന് പറഞ്ഞാല് പശു എന്നാണ് അർത്ഥം. അറബിയിൽ ബഖറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശു എന്നാണ്. ഇപ്പൊ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സൂറത്തിന് തന്നെ പശു എന്നുള്ള പേരിടാനുള്ള കാരണം എന്താ? ഈ പശു എന്നുള്ള പേര് വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കഥ എന്താണെന്ന് പറയണം. ഇതില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പശുവിന്റെ സംഭവം, ഒരു പശുവിന്റെ കഥ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഓതാനുള്ള ഭാഗത്താണ് ആ ഒരു ഭാഗം നമ്മൾ ഓതുക. ആ ഒരു ഭാഗത്താണ് ആ കഥ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു കഥ പറയണം. ആ ഒരു കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യല്ലേ? എന്ത് പശു ആയിരിക്കും, എന്ത് കഥയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ അത് പറയട്ടോ. ഓക്കെ. അപ്പൊ സമയം വളരെ വൈകിയത് കൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ഭാഗം, ഒരു സൂറത്തുൽ ബഖറയിലെ 2-3 പേജുകൾ മാത്രം ഇന്ന് ഓതിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓതട്ടോ. ഓക്കെ, ഞാൻ ഓതി തുടങ്ങാൻ പോവുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون
وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. ഇനി ഒരു പേജും കൂടെ ഓതുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്യണം. ഇൻഷാല്ലാ ഈ ഒരു പേജും കൂടെ ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഈ ഒരു പേജും കൂടെ ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة
وقودها الناس والحجارة أعدت للكافرين صدق الله العظيم. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് ഓതാനുള്ള ഭാഗം ഓതി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ ഇതുപോലെ ആയിരിക്കില്ല, നമുക്ക് ഒരുപാട് പേജുകൾ ഓതി തീർക്കാനുണ്ട്. എല്ലാവരും ഇതുപോലെ സജീവമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ആവേശം അവസാനം വരെ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വാലിഹ് ഉസ്താദ് വളരെ മനോഹരമായിട്ട് നമുക്ക് 2 പേജ് ഖുർആൻ ഓതി തന്നു. മാഷാ അല്ലാഹ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മുടെ ഓത്ത് ഖുർആൻ പാരായണം നിയമാനുസൃതം മനോഹരമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇത്തരം അവസരങ്ങളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദ് സിദ്ദീഖ് അലി ശിഹാബ് തങ്ങൾ, സുഹൈൽ ഉസ്താദ്, സ്വാലിഹ് ഉസ്താദ്, ഖാഫിലെ മറ്റ് മെന്റേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ ആക്ടിവിറ്റീസിന്റെ നിങ്ങൾക്കുള്ള ടാസ്കുകളുടെ ഒരു ചാർട്ട് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഗ്രൂപ്പ് പരമാവധി നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.